ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറിയാത്ത ഇംഗ്ലീഷ് ട്യൂഷൻ ക്ലാസ്സിൽ പോയി കാണാതെ പഠിച്ച് അത് വന്ന് തെറ്റിച്ച് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. Sir, only 1 minute. Yes, that is your Sir, റഹീം അണ്ണ എന്തരോ അലമ്പുണ്ടാക്കാൻ പോവാൻ തോന്നുന്നു കേട്ടോ. സൗണ്ട് കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. this is the attitude of... please. Sir, I am going to speak. मैं decide नहीं कर रहा. നമ്മുടെ റഹീം അണ്ണൻ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടാ. കണ്ട കാര്യം കേൾക്കാരുന്ന സ്പീക്കറിന്റെ വരെ തലപ്രാന്ത് എടുപ്പിച്ചാണ്ടോ. റഹീമണ്ണൻ പണ്ടേ പൊളിയല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ Please. Sir, I am going to speak. मैं decide नहीं कर रहा. Kindly allow me to speak. Please. Kindly allow me to speak. Sir. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടേ, കിടന്ന് അലക്കാതെ. ഇതായിരിക്കും സ്പീക്കറിന്റെ മനസ്സിലിപ്പോ. Sir, sir, this government attitude, the parliamentary democracy is same like this. അണ്ണൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്, പക്ഷെ എന്താ പറഞ്ഞെന്ന് അണ്ണന് പോലും അറിയാൻ വയ്യ. Say 3 M's. I would like to flag out 3 M's. റഹീം അണ്ണന് എന്തോ പ്രധാനപ്പെട്ട 3 കാര്യം പറയാനുണ്ട് പോലും. The attitude of the government. The first one is the mass suspension. The second one is that the mass repeal. And the third one is the mass passing of the bill. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? തമ്പുരാൻ അറിയാം. The parliament is a place of debate, deliberation and discussion. അണ്ണാ നിങ്ങള് ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചെണ്ണ? ഇത് പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇതൊക്കെ അണ്ണന്റെ വെറും സാമ്പിള്. വേറൊരു ഐറ്റം ഉണ്ട്, ദേ നോക്കിക്കോ. Leadership of Chief Minister Comrade Pinarayi Vijayan. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ റഹീം അണ്ണൻ വന്ന വഴി മറക്കാത്ത ആളാണ് കേട്ടോ. കാരണം തൻ്റെ ഗുരുനാഥനായ പിണറായി വിജയനെ ഇവിടെ ആ പേരെടുത്ത് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിൽ നമ്മളൊരു കൈയടി കൊടുക്കേണ്ടതാണ്. Had built over 4 lakhs to 27,000. എന്തിനാ റഹീം അണ്ണ തൊണ്ടയിൽ മീമുള്ളു കുടുങ്ങിയാണ? പറയുന്നതല്ല ഒരു വ്യക്തതയില്ലല്ലോ. 27,736. ഇയാളിത് എന്തിനാ സംസാരിക്കുന്നേ? എന്തിനാ റഹീം അണ്ണ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഏത് എവിടത്തെ ഇംഗ്ലീഷ് ഇത്? ഇത് അമേരിക്കൻ ഇംഗ്ലീഷ്, നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലേ? അതാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത. Allah thinks today, India thinks tomorrow. According to the Ministry of Statistics and Program Implementation. കണ്ടോ നമ്മുടെ അണ്ണന്റെ ശൈലി കണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞ ശൈലി. ആ ശൈലിയിലാണ് കാര്യം കേട്ടോ. Look at the double engine Sarkar Uttar Pradesh. അണ്ണ എന്തിനാ പറഞ്ഞത് നിങ്ങള്? ഡബിൾ എഞ്ചിനോ? ഡബിൾ എഞ്ചിൻ എന്തുവാ അണ്ണ? ഇത് വർഷാപ്പല്ല, എന്തോ പറയുന്നേ? 67.68%. പോയി അണ്ണാ പോയി, സ്പീക്കറിന്റെ കിളി പോയി. അണ്ണന്റെ തീ പാർന്ന സംസാരത്തിൽ സ്പീക്കറിന്റെ കിളി പോയെന്നാണ് തോന്നുന്നത്. Sir, also, I would like to proudly say into the soul. അണ്ണ കാര്യമൊക്കെ ശരിയാണ്, എന്തിനാണ് വിളിച്ചൊക്കെ കൂന്നേ? Proudly say into the soul. Proudly say into the soul. Sir, 29% of the Indian population are young men and women. മതി നിർത്ത്. അണ്ണന്റെ തീ പാർന്ന പ്രസംഗത്തിനൊടുവിൽ സ്പീക്കർ തോൽവി സമ്മതിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ. Just like a mockery. എന്റെ റഹീം അണ്ണ, നിങ്ങൾ ഇതെന്തൊരു ബുക്കി നോക്കി വായിക്കുന്നേ? സ്പീക്കർ എണ്ണിച്ച് പോയിട്ട് മണിക്കൂറായി. സ്പീക്കർ ഇപ്പം വീട്ടിൽ എത്തി കാണും. ഇതിൽ നിന്ന് മനസ്സിലായതെന്തെന്നാൽ നമ്മൾ പറഞ്ഞത് എത്ര മണ്ടത്തരമായാലും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാമെന്നാണ് അതിൻ്റെ ഒരു ഇത്. என்ன செய்ய முடியும்? இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.